സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ആ ഇൻട്രോ പാർട്ടിൽ തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. ബിക്കോസ് നമ്മുടെ ഇന്ത്യ ഒരു റൂൾ ബേസ്ഡ് കൺട്രിയാണ്. എവറിത്തിങ് ഇൻ ഇന്ത്യ ഹാപ്പൻ ചെയ്യുന്നത് റൂൾസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഈ കാര്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അല്ലേ. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം പറഞ്ഞപ്പം ആ ഇൻട്രോ പാർട്ടിൽ എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒന്നോ രണ്ടോ പേർക്ക് ഒരു റൂൾസോ ലോസസോ കൊണ്ടുവരുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കണം. അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും, ഇത്രയും കോടി ജനങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരാൻ വേണ്ടി എത്രത്തോളം ഡേയ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ആളുകൾ അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം എഫേർട്സ് അതിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻട്രോ പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ വി നോ ഹൗ മച്ച് ഇമ്പോർട്ടൻറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ. അതിന് മുന്നിൽ എത്രത്തോളം ഹാർഡ് വർക്ക് ഇൻവോൾവ് ആണ്. എന്നിട്ടും നമ്മൾ ആ കൂട്ടത്തിൽ പറഞ്ഞു വളരെ കുറച്ച് അമെൻമെന്റ്സ് അല്ലെ, ഒരു ജസ്റ്റ് 100 above അമെൻമെന്റ്സ് മാത്രമേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് വന്നിട്ടുള്ളൂ. എന്തുകൊണ്ടാണ്? നമ്മൾ ആ ബേസിക് ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം നമ്മളതിൽ കണ്ണിങ് ആണോ അത്രത്തോളം ചേഞ്ചസ് കുറവായിരിക്കും. അത് ഏത് ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്താലും അങ്ങനെയല്ലേ. സോ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ 75ാമത്തെ വർഷം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴും 100 തവണ മാത്രം അല്ലെങ്കിൽ 105 അത്രേ അമെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത്രത്തോളം ഒരു ഫെൻറ്റാസ്റ്റിക് പ്രിപ്പറേഷൻസ് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി നിങ്ങൾ എന്തിനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നത്? നിങ്ങളൊരു ഗ്രോയിങ് പ്രൊഫഷണൽ ആണ് അല്ലേ. നാളെ ഫ്യൂച്ചറിൽ നിങ്ങൾ കമ്പനി സെക്രട്ടറി എന്ന പേരിൽ അറിയപ്പെടേണ്ടവരാണ്. സോ പബ്ലിക് എക്സ്പെക്ട് ചെയ്യും നിങ്ങളിൽ നിന്ന്. നിങ്ങൾ പഠിച്ച കോഴ്സിൽ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? അല്ല. കറണ്ട് അഫെയർസ്, പബ്ലിക് ആയിട്ടുള്ള അവയർനെസ്സുകൾ, പിന്നെ ഒരു ന്യൂസ് വായിക്കുമ്പോൾ പോലും അതിൽ പറയുന്ന ചില കാര്യങ്ങളില്ലേ, കുട്ടി ഡൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ സൈഡ് ആണെങ്കിലും കറണ്ട് അഫെയർ സൈഡ് ആണെങ്കിൽ പോലും, ഈവൻ ടെക്നിക്കലി അത്ര സയൻസിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഓക്കെ എനിക്ക് സയൻസ് അറിയില്ല, എനിക്ക് നിപ്പയുടെയും കൊറോണയുടെയും ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത് ബാക്ടീരിയാസിനെയും വൈറസസിനെയും കുറിച്ചുള്ള ഡിസ്കഷൻസ് കാര്യങ്ങളൊന്നും പറയാൻ അറിയില്ല. ദാറ്റ് ഇസ് പെർഫെക്റ്റ്ലി, അതിന് കുഴപ്പമില്ല. പക്ഷേ കറണ്ട് അഫയേഴ്സ് വായിക്കുമ്പോൾ, ഒരു ന്യൂസ് പേപ്പർ വായിക്കുമ്പം ഒരാൾ വന്നിട്ട് നിങ്ങളോട് പാർലമെന്ററി സിസ്റ്റത്തിനെ കുറിച്ചോ ഇന്ത്യയിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും പാർലമെന്റും തമ്മിൽ എന്താ വ്യത്യാസം ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്ന് പറഞ്ഞാലോ നിങ്ങൾക്ക് പിന്നെ എന്താ പഠിച്ചതെന്ന് ചോദിക്കും അല്ലേ. ബിക്കോസ് ഒരു ഡിഗ്രി ലെവലോ +2 ലെവലോ ഉള്ളൊരു കുട്ടിയുടെ നോളജ് ആവരുത് ഒരു പ്രൊഫഷണൽ കോഴ്സ് ക്വാളിഫൈ ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടത്. ഇന്ത്യ എന്താണെന്നെങ്കിലും മിനിമം അറിയണം അല്ലേ. നിങ്ങളൊരു പ്രൊഫഷണലാണ്, അപ്പോൾ നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചാൽ നിങ്ങൾ ശരിക്കും എന്താ അറിയുന്നത്? ഇന്ത്യ എന്താണെന്ന് അറിയും. ഞാൻ ഈ പറഞ്ഞതുപോലുള്ള വളരെ സിലി ഡൗട്ടുകളില്ലേ, ശരിക്കും പ്രൈം മിനിസ്റ്ററിൻ്റെ റോൾ എന്താണ്, ഗവർണറിൻ്റെ റോൾ എന്താണ്? ഇപ്പം കേരളത്തിൽ ഉൾപ്പെടെ പല സ്റ്റേറ്റുകളിൽ ഗവർണറും നമ്മുടെ CM-ഉം തമ്മിൽ ചില ക്ലാഷസ് നമ്മൾ കേൾക്കാറുണ്ട്. ശരിക്കും എന്താണ് ഇതിൻ്റെ പിന്നിലെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി? ഹൗ ഡസ് ദ സിസ്റ്റം വർക്ക്സ് അല്ലെ. ഈ വക കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവണം. അപ്പോൾ ഈ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ഉള്ള ടൈം കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനൊരു താല്പര്യം ഉണ്ടാവില്ല. ഇതിന് രണ്ടിൻ്റെയും റീസൺ എന്താ? വളരെ ബേസിക് ആയിട്ടുള്ള നോളജ് ലാക്കിംഗ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ക്യൂരിയോസിറ്റി തോന്നാത്തതും, ഇനി അന്വേഷിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് അത് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള രീതിയിൽ കിട്ടാത്തതും. അപ്പം ബേസിക് അറിയണം, വളരെ ബേസിക് അറിയണം. ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ബേസിക് നമ്മൾ ഡെമോക്രസി ആണെന്ന് അറിയാം. ഡെമോക്രസി എന്ന് വെച്ചാൽ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ ആണെന്ന് പണ്ടെന്നോ ഒരു സിനിമയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അറിയാം. ഇത്രയും മതിയോ? പോരാ. എന്താണ് പാർലമെന്ററി സിസ്റ്റം? ഇന്ത്യക്കുള്ളിൽ നമ്മൾ ഡെമോക്രാറ്റിക് പാർലമെന്ററി സിസ്റ്റം ചൂസ് ചെയ്തതിൻ്റെ റീസൺ എന്താണ്? പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ 2 സഭകളുണ്ട്, ലോക്സഭ, രാജ്യസഭ. അതിലേതാണ് അപ്പർ ഹൗസ്? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവർ തമ്മിൽ എടുക്കുന്ന ഡിസിഷൻസ്, ആർക്കാണ് ഇന്ന കാര്യങ്ങൾക്ക് ഡിസിഷൻ മേക്കിംഗ് പവർ ഉള്ളത്? എന്തിനാണ് ശരിക്കും 2 സഭകൾ? ഇതിനുള്ളിൽ വരുന്ന ആളുകൾ അത് ഇലക്ട് ചെയ്യുന്നവരാണോ, നോമിനേറ്റ് ചെയ്യപ്പെടുന്നവരാണോ? അല്ലെ, നമുക്കറിയാം സുരേഷ് ഗോപി MP ആയിരുന്നു. അതുകൂടാതെ ഇലക്ഷൻസ് നടത്തി പോകുന്ന കുറേ ആളുകളുണ്ട്. ഇവർ തമ്മിൽ എന്താണ് വ്യത്യാസം? MP MLA ഡിഫറൻസ് പോലും അറിയത്തില്ലാത്തവരുണ്ട്. ആ വക കാര്യങ്ങൾ, ബേസിക് നോളജ് റിഗാർഡിങ് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം അതെവിടെ നിന്ന് കിട്ടും? ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ബിക്കോസ് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്താവണം എന്ന് തീരുമാനിച്ചത് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ചേർന്നിട്ടാണോ? അല്ല. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്ത സമയത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ഡിസിഷനാണ് ഇന്ത്യ ഫ്യൂച്ചറിൽ എന്തായിരിക്കണം എന്നുള്ളത്. അവരുടെ വിഷനാണ് അവർ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവന്നത്. ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതപ്പെട്ട രീതിയിലാണ് ഇന്ത്യയിൽ ഓരോ കാര്യങ്ങളും നടക്കുന്നത്. നമ്മൾ പാർലമെന്ററി സിസ്റ്റം ആയത്, നമുക്ക് രാജ്യസഭയും ലോക്സഭയും ഉള്ളത്. ഇപ്പം നമ്മൾ കേരളം പോലൊരു സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 സഭകളുണ്ടോ? ഇല്ല. നമുക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ. അത് മാത്രമാണോ ശരിക്കും ഉള്ളത്? സെൻട്രലിൽ രാജ്യസഭയും ലോക്സഭയും അപ്പർ ഹൗസും ലോവർ ഹൗസും ഉള്ളതുപോലെ തന്നെ നമുക്കും സ്റ്റേറ്റുകളിൽ എന്തുണ്ട്? ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് കേൾക്കാത്തത്? കേരളത്തിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇല്ല. ബിക്കോസ് 2 വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ മറ്റു പല സ്റ്റേറ്റുകളിലും എന്തുണ്ട്? ലെജിസ്ലേറ്റീവ്
കൗൺസിൽസുകളുണ്ട്. അപ്പോൾ ഒന്ന് ചുമ്മാ ഗൂഗിൾ ചെയ്യുക അല്ലെ. അപ്പോൾ ഒന്നും അറിയത്തില്ലാത്തത് നമുക്ക് ഗൂഗിൾ ചെയ്ത് ബേസിക് നോളജ് ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പറയും. ക്യൂരിയോസിറ്റി അവിടുന്ന് ഡെവലപ്പ് ചെയ്ത് തുടങ്ങണം, അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് തുടങ്ങണം. അപ്പോഴും നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാനുള്ള മനസ്സ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കുഴപ്പമാണ്, നിങ്ങളുടെ കുഴപ്പം തന്നെയാണ്. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ബേസിക് പൊളിറ്റിക്കൽ ഐഡിയാസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ എഫേർട്ട് ഇടാത്തതിൻ്റെ കുഴപ്പം തന്നെയാണ്. സോ അത് വേണം, എന്ത് വേണം, എഫേർട്ട് വേണം. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്ത് തുടങ്ങണം. എന്താണ് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് എനിക്ക് അറിയണം. MLAs, MPs, ഗവർണർ, CM ഇവർ തമ്മിലുള്ള ക്ലാഷിൻ്റെ ബേസിക് റീസൺ എന്താണെന്ന് അറിയണം. പിന്നെ ഇപ്പം യൂഷ്വലി നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഒരു വേൾഡ് പൊളിറ്റി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം ശരിക്കും ഗാസയും ഇസ്രായേലും പാലസ്തീനും എന്താണ് ഇവരുടെ പ്രശ്നം എന്നൊക്കെ നിങ്ങൾ യൂട്യൂബിൽ നോക്കുമ്പോൾ ഇഷ്ടം പോലെ ഡേറ്റ കിട്ടും അല്ലെ. യൂട്യൂബിലാണെങ്കിൽ പോലും വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് അവർ പറഞ്ഞു തുടങ്ങാറുണ്ട്. മിക്കവാറും UPSC ആസ്പിറൻസ് ഒക്കെ ആയിരിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടാവുക. സോ നിങ്ങൾക്ക് ഇതുപോലെ തോന്നുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, വൈ ദർ ഇസ് എ ക്ലാഷ് വിത്ത് ഗവർണർ ഇൻ മോസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്സ്, അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് കോമൺ മാൻ മനസ്സിലാവുന്ന രീതിയിൽ അവർ കാര്യങ്ങൾ പറഞ്ഞു തരും. പക്ഷെ അവിടെയും മനസ്സിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് നോളജ് വേണം. ആ ഒരു ചാർട്ട് പോലെ എന്താണ് ശരിക്കും ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സിസ്റ്റം അത് ക്ലാസ്സിൽ നിന്ന് കിട്ടും. അതിൻ്റെ മേളിലായിട്ട് കറണ്ട് അഫയേഴ്സ് എല്ലാം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ചുമ്മാ ബ്ലാങ്ക് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും എക്സാം എഴുതാനും വേണ്ടി ബൈ ഹാർട്ട് ചെയ്യാതെ കറണ്ട് അഫയേഴ്സിൻ്റെ ബാക്കിലെ റീസൺസ് അത് നിങ്ങൾ ഗ്രാജുവലി അറിയാൻ വേണ്ടി വായിച്ചു തുടങ്ങണം. പഠിക്കാൻ വേണ്ടി പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന സാധനം അല്ല ലോയും കറണ്ട് അഫയേഴ്സും ഒക്കെ. അറിയാൻ വേണ്ടി വായിക്കുക, പഠിക്കുക, അപ്പോൾ അത് സെറ്റാവും. അപ്പോൾ നമുക്ക് ബേസിക്സ് പഠിക്കാം, ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. അത് പക്ഷേ ഗ്രാജുവലി വന്നോളും. ബേസിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ന്യൂസ് പേപ്പർ വായിച്ചാൽ അതിൽ കുറേ കീവേഡ്സ്, ഇതൊക്കെ ഞാൻ ആ ക്ലാസ്സിൽ പഠിച്ചതാണ്, അപ്പോൾ ഇതെനിക്ക് അറിയാമെങ്കിൽ ഇതിൻ്റെ ബാക്കി എനിക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഒരു എക്സ്ട്രാ ലെവൽ റീഡിങ്ങിലോട് കൂടി നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയാസ് വഴിയും യൂട്യൂബ് വഴിയും ഒക്കെ കിട്ടിക്കോളും. ബേസിക്സ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും നാളും ക്യൂരിയോസിറ്റി വരാത്തത്, അല്ല നിങ്ങളുടെ കുഴപ്പമൊന്നുമല്ല. അപ്പോൾ ബേസിക്സ് കിട്ടുമ്പോൾ നമ്മൾ സെറ്റാവും. നമ്മൾ ഇനി ന്യൂസ് പേപ്പറൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ തുടങ്ങും. സെറ്റല്ലേ? നമുക്ക് തുടങ്ങാം. കോൺസ്റ്റിറ്റ്യൂഷൻ. സോ നോക്കിയേ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്? യുവർ ഇൻഡെക്സ് ഈസ് ഹിയർ. ഫസ്റ്റ് വൺ ഈസ് ദ ഫ്രെയിം വർക്ക് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ.